വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഈയിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും വെള്ളപ്പാച്ചിൽ നിന്നും രക്ഷപ്പെട്ട സഹോദരങ്ങൾക്കായി മാനന്തവാടി രൂപത തയ്യാറാക്കിയിട്ടുള്ള ചില പുനരധിവാസ പദ്ധതികളുണ്ട്. അതിൽ മൂന്നാമത്തേതാണ് അവർക്ക് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ളത്. ഇത്തരുണത്തിൽ കഴിയുന്നത്ര ആളുകൾക്ക് അർഹിക്കുന്നവർക്ക് ആവശ്യമനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ധാരാളം പേര്, ധാരാളം സന്നദ്ധ സംഘടനകൾ, അതുപോലെ സർക്കാർ തന്നെയും ഭൂമിയും വീടും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം മാനന്തവാടി രൂപതയും ചേരുകയാണ്. മാനന്തവാടി രൂപതയുടെ ഈ പുനരധിവാസ പദ്ധതികളിൽ മൂന്നാമത്തേതാണ് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ളത്. രൂപത തന്നെ ഇങ്ങനെയുള്ളവർക്കായി വിഭജിച്ചു കൊടുക്കാൻ വാങ്ങിയിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ നിന്നെയും ഏകദേശം 8 ഏക്കറോളമുണ്ട്. അവിടെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ നിന്നും 10 സെൻറ്റ് വീതം തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ് താല്പര്യം. എങ്കിലും എല്ലാവർക്കും അവരവരുടെ നാടുകളിൽ തന്നെ കഴിയാനാണ് താല്പര്യമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സുമനസ്സുകളായിട്ടുള്ള നിങ്ങളുടെ സംഭാവനകളും തേടുകയാണ്. സ്ഥലം കൊടുക്കാൻ താല്പര്യമുള്ളവർ ഇനി കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചറിയിച്ചാൽ ബാക്കി കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലത്തിനുള്ള പണം സംഭാവന ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ആകാം. അതിനായി കൊടുത്തിരിക്കുന്ന ബാങ്ക് നമ്പറുകളിലേക്ക് അയച്ചാൽ മതിയാകുന്നതാണ്. സ്വാഭാവികമായിട്ടും സ്ഥലം കിട്ടിയാൽ മാത്രം പോരാ, അവിടെ ഒരു വീട് പണിയണം. വീട് പണിയാനായിട്ടുള്ള പദ്ധതിയും മാനന്തവാടി രൂപതയ്ക്കുണ്ട്. അതേക്കുറിച്ച് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്രകാരം ഈ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. അവർക്ക് കയറിക്കിടക്കാൻ ഒരിടവും അവരുടേതെന്ന് പറയാനായിട്ടൊരു തുണ്ട് ഭൂമിയും ഉണ്ടാകട്ടെ. രൂപതയുടെ ഈ മൂന്നാമത്തെ പദ്ധതിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് കൈകോർക്കാം.